used for measuring? CT. Simple question. CT എന്ന് പറഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫോമർ ആണ്. കറണ്ട് ട്രാൻസ്ഫോമർ എന്തിനാ? എന്ത് മെഷർ ചെയ്യാനാണ്? വോൾട്ടേജ്, ഫ്രീക്വൻസി, പവർ ഫാക്ടർ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ CTനെ പറ്റി പറയുമ്പോൾ എന്തെന്നാ ഈ CT-PT കറണ്ട് ട്രാൻസ്ഫോമേഴ്സ്, ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സിൽ പെടുന്നതാണ്. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും കറണ്ട് ട്രാൻസ്ഫോമറും ഉണ്ട്. എന്താ അവരുടെ ഉപയോഗം? ലോ റേഞ്ച് മീറ്റേഴ്സ് ഉപയോഗിച്ച് ഹൈ കറണ്ട്, ഹൈ വോൾട്ടേജ് ഒക്കെ മെഷർ ചെയ്യാനാണ് ഈ കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ്. കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് ആകുമ്പോൾ ഹൈ കറണ്ട് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുക. ഈ കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കും. അതിൻ്റെ പ്രൈമറിയിൽ 1 ടേണും സെക്കൻഡറിയിൽ കുറച്ചധികം ടേൺസും കാണും. കറണ്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. പക്ഷേ ട്രാൻസ്ഫോമറിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ അത് വോൾട്ടേജിൻ്റെ ടേംസിലാണ് പറയുക. അതുകൊണ്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കും. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കും CT ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ഈസ്. ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി സിമ്പിൾ അല്ലേ? ഹാഫ് LI സ്ക്വയർ. ഓക്കെ, ഓപ്ഷൻ ബി W = ഹാഫ് LI സ്ക്വയർ ആണ്. ഇതുപോലെ കപ്പാസിറ്റൻസ് ആണെങ്കിലോ, കപ്പാസിറ്റൻസിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് CV സ്ക്വയർ ആണ്. ഓക്കെ, ഹാഫ് CV സ്ക്വയർ ആണ്. എനർജി W വെച്ചിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കപ്പാസിറ്റൻസിന് പറയുകയാണെങ്കിൽ ഹാഫ് CV സ്ക്വയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ദാറ്റ് റിക്വയർസ് 0.9 ഡിഗ്രി സെൽഷ്യസ്? മിസ്റ്റേക്ക് ആണ്, ഡിഗ്രി സെൽഷ്യസ് അല്ല, 0.9 കൂളംസ് ടു ചാർജ് ഇറ്റ് ടു 30 വോൾട്ട്. ഓക്കെ, അതായത് അതിൻ്റെ ചാർജാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കപ്പാസിറ്റർ ആണ്, കപ്പാസിറ്ററിൻ്റെ ചാർജ് പറഞ്ഞിട്ടുണ്ട് 0.9 കൂളംസ്. ഡിഗ്രി സെൽഷ്യസ് അല്ല, കൂളംസ് ആണ്. ഓക്കെ, ടു ചാർജ് ഇറ്റ് ടു 30 വോൾട്ട്. ചാർജ് ചെയ്തിട്ടുണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 30 വോൾട്ട് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കപ്പാസിറ്റൻസ് വാല്യൂ എത്രയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം. കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ Q = C × V എന്നാണ്. അതിൽ നിന്ന് കപ്പാസിറ്റൻസ് C = Q/V ആണ്. ഓക്കെ, Qയും V ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വരും 0.9 / 30 എന്ന് വരും. 0.9 / 30 എന്ന് വരും. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതെന്ന് വരും 3 വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.3 / 10 എന്ന് വരും. അല്ലെങ്കിൽ 0.03 കപ്പാസിറ്റൻസ് ആണ്, യൂണിറ്റ് ഫാരഡ്. 0.03 ഫാരഡ്സ് എന്ന് ആൻസർ വരും. ഓപ്ഷൻ സി 0.03 ഫാരഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെൽ ഈസ് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, ഒരു ലെഡ് ആസിഡ് സെല്ലിൻ്റെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കേസാണല്ലേ. ഒരു ലെഡ് ആസിഡ് സെല്ലിൻ്റെ ഫുള്ളി ചാർജ്ഡ് കണ്ടീഷനിലെ സ്പെസിഫിക് ഗ്രാവിറ്റി ചോദിച്ചിരിക്കുന്നത്. ആൻസർ എത്ര? 1.21 ആണ്. ഓക്കെ, ഈ വാല്യൂ കൂടി ഓർത്തിരിക്കുക. ഫുള്ളി ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിലായിരിക്കും. അതായത് ഒരു സെല്ല് ഫുള്ളി ഡിസ്ചാർജ്ഡ് ആണ് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻസിൽ വരുന്നതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി 1.18 എന്നുള്ളത്. പിന്നെ അതിൻ്റെ കളേഴ്സ് വെച്ചിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, അതിൻ്റെ ഫുള്ളി ഗ്രേഡ് ആയിട്ട് അല്ല വൈറ്റ് കളറായിട്ട് കാണുന്നത് ഫുള്ളി ഡിസ്ചാർജ്ഡ് ആയി എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓഫ് എ കോയിൽ ഹാവിങ് 4 ഹെൻറി. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഓക്കെ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ചോദിച്ചിരിക്കുന്നത്. ഇത് XL അല്ലേ? XL ഓഫ് എ കോയിൽ ഹാവിങ് 4 ഹെൻറി. ഇൻഡക്ടൻസിൻ്റെ വാല്യൂ L ആണ് തന്നിരിക്കുന്നത്, 4 ഹെൻറി എന്ന്. അപ്പോൾ നമുക്കറിയാം XL ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. XLൻ്റെ ഇക്വേഷൻ എന്താ? L × ഒമേഗ ആണല്ലേ. L × ഒമേഗയാണ്. ഒമേഗ തന്നിട്ടുണ്ടോ? ഒമേഗ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ഒമേഗ = 2πf ആണ്. നോർമലി F = 50 ഹെർട്സ് ആണ് ഇന്ത്യയിൽ. ഓക്കെ, ഇപ്പോൾ F = 50 എന്നുള്ള രീതിയിലെടുത്ത് ഒമേഗ കണ്ടുപിടിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണെങ്കിൽ അങ്ങ് അസ്യൂം ചെയ്ത് നോക്കുക കേട്ടോ. അല്ലാതെ ഓപ്ഷനിൽ ഉണ്ടാവും ചിലപ്പോൾ മിക്കവാറും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും? 2 × 3.14 × 50 എന്ന് വരും. 2 × 50 ചെയ്ത് കഴിഞ്ഞാൽ 100. 100 × 314 ചെയ്ത് കഴിഞ്ഞാൽ 314 എന്ന് കിട്ടും. അപ്പോൾ ഒമേഗ 314 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലിൻ്റെ വാല്യൂ 4 തന്നിട്ടുണ്ട് × 314. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 314 × 4, 4 × 4 16, 16, then 4 5, then 4 × 3 12, 1256 എന്ന് വരും. ഇത്രയും ഓംസ് ആണ്. ഓക്കെ, എവിടെ ആൻസർ? ആൻസർ ഉണ്ട്, ഓംസ് ആണ് കേട്ടോ.
ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലേ, ഓംസിലാണ് പറയുക. അപ്പോൾ 1256 ഓംസ് ആണ് ഇതിൻ്റെ ആൻസർ വരിക.